അപർണ, നമുക്ക് ആറ്റിങ്ങൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഉന്നയിച്ച സംശയം, അതിന് കൃത്യമായൊരു മറുപടി അരുണിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട് തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അതുകൊണ്ട് മണ്ഡലത്തിന്റെ പൾസിന് പ്രത്യേകം അറിയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഈ രാമക്ഷേത്രം വന്ന സമയത്ത് അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റവും കൂടുതൽ വിതരണം ചെയ്ത മണ്ഡലമൊക്കെ ആറ്റിങ്ങലാണ്. അപ്പോൾ BJP കൊടുക്കുന്ന ഫോക്കസ് എന്ന് പറയുന്നത് ചെറുതല്ല ആറ്റിങ്ങലിലേക്ക്. ആ തരത്തിലാണ് BJPയുടെ ഫോക്കസ്. അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, അതായത് ഈ BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 2,42,000 വോട്ട് അത് CPM-ൽ നിന്ന് അടക്കമാണ് എന്നൊക്കെ വിലയിരുത്തുമ്പോൾ അപ്പോൾ അത് BJPയുടെ സ്ഥായിയായ വോട്ടായി കണക്കാക്കാൻ പറ്റുമോ? ഇത്തവണ എന്താണ് BJPയുടെ പ്രതീക്ഷ? ഒപ്പം ഒരു കാര്യം കൂടി, അരുണിന് അവിടെ നിന്ന് ലഭിക്കുന്ന പൾസിൽ നിന്ന് ഒരു മേൽക്കൈ ഈ 3 സ്ഥാനാർത്ഥികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടോ? അഭിലാഷ്, ഇടത് കോട്ട നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് വി ജോയ്ക്ക് മുന്നിലുള്ളത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് അടൂർ പ്രകാശ് മുൻപിലുള്ളത്. എന്നാൽ പ്രാഥമികമായി വിജയത്തിന് മുമ്പ് തന്നെ വി മുരളീധരൻ എന്ന BJPയുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് മുന്നിലുള്ളത് ശോഭാ സുരേന്ദ്രൻ എന്ന കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞെങ്കിൽ വലിയ വിമർശനം സ്വാഭാവികമായും വി മുരളീധരൻ നേരിടേണ്ടി വരും. കഴിഞ്ഞ തവണ വി മുരളീധരനും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ ശോഭാ സുരേന്ദ്രനെ സഹായിച്ചിരുന്ന പരാതി, വിമർശനം വലിയ രൂപത്തിൽ BJPക്കുള്ളിലുണ്ടായിരുന്നു. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ തഴഞ്ഞുകൊണ്ട് വി മുരളീധരനോട് സ്ഥാനാർത്ഥിയാക്കുന്ന എതിർപ്പുള്ളവർ BJPയിലുണ്ട്. RS നേതൃത്വത്തിലും ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ വിഷയത്തിലുണ്ട് എന്ന് സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ട് നിലനിർത്തണം. 2,48,000 ചില്ലുവാനം വോട്ട് എന്നുള്ളത് എത്രത്തോളം കുറയുമോ അത്രത്തോളം വിമർശനങ്ങൾ വി മുരളീധരൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഒപ്പമുള്ളവരും. തികഞ്ഞ ആത്മവിശ്വാസം വി മുരളീധരൻ ഇന്ന് ഞാൻ കാണുമ്പോഴും പ്രകടിപ്പിക്കുന്നു. 100% അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പു പറയുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് പറയേണ്ടി വരും. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ തവണ വോട്ട് വന്ന വഴി ശബരിമല വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ആറ്റിങ്ങലിൽ മാറി എന്നുള്ളത് വസ്തുതയാണ്. BJPക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ, ആറ്റിങ്ങലിൽ, വർക്കലയിലും കാട്ടാക്കടയിലുമൊക്കെ രാഷ്ട്രീയ വളർച്ചയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വലിയ രീതിയിൽ വളർന്നു വരുന്നു. പക്ഷേ അത്രയും വോട്ട് BJPക്ക് രാഷ്ട്രീയമായി അവിടെ ഉണ്ടോ എന്ന ചോദ്യത്തിന് അത്ര എളുപ്പം യെസ് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൊണ്ടുകൂടി വന്ന വോട്ടായിരുന്നു കഴിഞ്ഞ വർഷം. ശബരിമല അത് വലിയൊരു സഹായം അവർക്ക് ചെയ്തു എന്നത് വ്യക്തമാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി മുരളീധരന് മുന്നിലുള്ളത്. ഇവിടെ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നത് ശരിയില്ല. പക്ഷേ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. അവിടെ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് BJP സ്ഥാനാർത്ഥിയേക്കാൾ ഒരല്പം മേൽക്കൈയുണ്ട് എന്ന് ഈ മണ്ഡലത്തിൽ ഇത്രയും ദിവസം നടത്തുന്ന റിപ്പോർട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സ്വാഭാവികമായും ഇവിടെ അതാണ് ആ രീതിയിലുള്ള ഒരു നിരീക്ഷണം അരുണിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതം കൂട്ടുക മാത്രമല്ല, വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു പ്രസ്റ്റീജ് മത്സരം ആറ്റിങ്ങലിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ട്. തീർച്ചയായും അവിടെ അരുൺ ആ ആറ്റിങ്ങൽ മണ്ഡലത്തെ അവസാനിപ്പിച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ്. അപർണ, ഇനി